എല്ലാവർക്കും നമ്മുടെ ദിശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുകറുത്ത നിറം കിട്ടാനും തിളക്കം കിട്ടാനും അകാല നര വരുന്നത് തടയാനും നര മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഒരു മാജിക്കൽ ഹെയർ പാക്ക് ആണ്. സാധാരണ നമ്മൾ നോക്കി കാണാറുള്ളത് വയസ്സാകുമ്പോഴാണ് മുടിയിൽ നര വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ചെറുപ്പക്കാരിലും മുടിയിൽ നര വരാറുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിത ശൈലി കൊണ്ടും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഭക്ഷണശീലം കൊണ്ടും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി മൂലം ഒക്കെ ഈ നര വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ നര മാറ്റിയെടുക്കാനും ഭാവിയിൽ നമുക്ക് ഇതുപോലത്തുള്ള നര അല്ലെങ്കിൽ അകാല നര വരാതിരിക്കാനും മുടിയുടെ ആ ഒരു കറുപ്പ് നിറം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും വേണ്ടിയിട്ട് നമുക്ക് പുറമേ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് കാണാം. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിന് ഫസ്റ്റ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് കരിഞ്ജീരകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും തിളക്കം കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കരിഞ്ജീരകം. നമുക്കിത് ഈ അങ്ങാടി ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിടുക. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പം ഞാനൊരു മിക്സിയുടെ ഒരു ജാറിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഇൻഗ്രീഡിയൻറ്റ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് കറിവേപ്പിലയാണ്. അപ്പം ഇതും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും തിളക്കം കിട്ടാനും താരൻ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില. ഇതൊരു 5-6 തണ്ട് നമുക്ക് എടുക്കാം, മുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച്. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് തൈരാണ്. ഇത് നമ്മുടെ ഹെയർ ഡ്രൈ ആകാതെ ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനും താരനെ മാറ്റിയെടുക്കാനും, അതായത് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടിയെ കണ്ടീഷൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയും കുറച്ച് സ്റ്റെപ്സ് കൂടെ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതൊരു തുണിയിലേക്ക് ആക്കിയിട്ട് ഇത് ഒന്ന് അരിച്ചെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നീലയാമരി പൗഡർ ആണ്, അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ എന്ന് പറയും. ഇത് നമുക്ക് അങ്ങാടി ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി നരയുള്ള ഹെയർ ആണെങ്കിൽ ആ നര മാറ്റിയെടുക്കാനും നമുക്ക് ഈ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ മുടിയൊക്കെ നരച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഹെന്ന ചെയ്യുക. അതിനുശേഷം ഈ ഇൻഡിഗോ പൗഡർ വെച്ചിട്ടുള്ള പാക്ക് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതെ, ഇത് നമ്മുടെ ഈ ഒരു പാക്ക് തിക്കാകാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചൊരു ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഒരു ഓയിലി അല്ലെങ്കിൽ ഒരു നോർമൽ ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ജസ്റ്റ് ഒരു 3 or 4 ഡ്രോപ്സ് ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പാക്ക് ഇടുക. ഒരുപാട് ഓയിൽ തേച്ചിട്ട് ഈ പാക്ക് ഇടുന്നത് കൊണ്ട് പ്രയോജനമില്ല, കാരണം ഇതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ അധികം ഓയിൽ ഇടാതെ തന്നെ ഈ പാക്ക് ഇടുക, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പാക്ക് ഫുള്ളായിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഇടാം, അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1 hour ഒക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒട്ടും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുതലെങ്കിലും വെച്ചിരിക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പൊ മുടിയിൽ നരയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് 2 ആഴ്ച കൂടുന്തോറും ചെയ്യുക. ഇനി നിങ്ങളുടെ മുടിയിൽ നരയൊന്നുമില്ല, ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ ഇത് മാസത്തിൽ 1 തവണ വെച്ചിട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ മുടിയുടെ ആ ഒരു കറുപ്പ് നിറം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നരയുള്ളവർ ഇത് 2 ആഴ്ച കൂടുന്തോറും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിസൾട്ട് ആണിത്. അപ്പൊ മുടിയുടെ ഒരു തിളക്കം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടില്ലേ? പിന്നെ എൻ്റെ മുടി ഓൾറെഡി ബ്ലാക്ക് ഹെയർ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
ബൈ.